മൻ കി ബാത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും നാളുകളിൽ മേഖലയിൽ കൂടുതൽ പര്യവേഷണം നടത്തുവാനും നിർമ്മിത ബുദ്ധിയെ കുറ്റമറ്റതാക്കുവാനും പ്രധാനമന്ത്രി യുവതലമുറയോട് അഭ്യർത്ഥിച്ചു. കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി വേദിയിൽ AI ടൂൾ ഉപയോഗിച്ച് വിവിധ ഭാഷകളിൽ ജനങ്ങളോട് ആശയവിനിമയം നടത്തിയതിനെപ്പറ്റി മൻ കി ബാത്തിൽ പരാമർശിച്ചു. കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് കാശിയിലെത്തിയിരുന്നു. അവരുമായി ആശയവിനിമയം നടത്താൻ ആദ്യമായി പ്രധാനമന്ത്രി AI ടൂൾ ഭാഷിണി പരസ്യമായി ഉപയോഗിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രധാനമന്ത്രി ഹിന്ദിയിൽ പറഞ്ഞ പ്രസംഗം മുഴുവൻ അതേസമയം തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്ക് തമിഴിൽ കേൾക്കാൻ സാധിച്ചു. AI टूल भाषिणी का सार्वजनिक रूप से पहली बार उपयोग किया. मैं मंच से हिंदी में संबोधन कर रहा था, लेकिन AI टूल भाषिणी की वजह से वहां मौजूद तमिलनाडु के लोगों को मेरा वही संबोधन उसी समय तमिल भाषा में सुनाई दे रहा था. കാശി തമിഴ് സംഗമത്തിനെത്തിയ ആളുകൾ ഈ പരീക്ഷണത്തിൽ ആവേശഭരിതരായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഭാഷയിൽ പ്രഭാഷണം നടത്തുകയും പൊതുജനങ്ങൾക്ക് തത്സമയം സ്വന്തം ഭാഷയിൽ അതേ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്ന ദിവസം വിദൂരമല്ല. സിനിമാ ഹാളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള തത്സമയ വിവർത്തനം ഭാവിയിൽ പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ സ്കൂളുകളിലും ആശുപത്രികളിലും കോടതികളിലും ഈ സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയ പരിവർത്തനത്തിന് വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. मैं आज की युवा पीढ़ी से आग्रह करूंगा कि रियल टाइम ट्रांसलेशन से जुड़े AI टूल्स को और एक्सप्लोर करें, उन्हें 100% फुल प्रूफ बनाएं. साथियों, बदलते हुए समय में हमें अपनी भाषाएं बचानी भी हैं और उनका संवर्धन भी करना है. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.